ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിനന്ദനാതിരുമേനി മന്യർഭാഷൻ, വളരെ സ്നേഹമുള്ള സഹോദര വൈദികരെ, പ്രധാന പ്രിയ സ്നേഹിതരെ, ചേപ്പാടുമാർ ദിവന്യാസിയുടെ 158ാമത് ശ്രാദ്ധ പെരുന്നാളിൽ പങ്കുചേരുവാൻ നാം വന്നിരിക്കുകയാണ്. ഒരു അനുസ്മരണ പ്രഭാഷണമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തുവാനായിട്ട് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ക്രിയാദേശന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനുസ്മരണ പ്രഭാഷണമാണെങ്കിലും വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ ആമുഖമായി വായിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ ആ വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രസംഗിക്കാൻ പോകുന്നു. എങ്കിലും ആ വാക്യങ്ങൾ ആമുഖമായിട്ടൊന്ന് വായിക്കാം. പരിശുദ്ധനായ പത്രോസ്ലീഹായുടെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നതോറും സന്തോഷിച്ചു കൊടുക്കുകയും അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രതീക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല, കഷ്ടം സഹിക്കേണ്ടത് പരകാര്യത്തിൽ ഇടപെടുന്നവരുമായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാലേ വേണ്ടത്. ഈ പുറത്ത് വരാതെയുള്ളവർ ദൈവത്തെ സംസാരിക്കുന്നു. അല്പസമയം ചെറിയൊരു ശുശ്രൂഷയും ചാപ്പിൽ നടക്കുന്നു, പള്ളിക്കോ നടക്കുന്നു. ദൈവം ചെയ്ത് പുറത്തുള്ളവരെ കേൾക്കുന്നില്ലെങ്കിൽ കേൾക്കാതിരിക്കാൻ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ സംസാരിച്ച് കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരുത്തരുത്. പ്രധാനപ്രിയരെ, ചേപ്പാട് തിരുമേനിയുടെ ഓർമ്മയിൽ പലപ്പോഴൊക്കെ അനുസ്മരണ നടത്തുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സന്ധ്യയിലും അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ചേപ്പാട് തിരുമേനിയെ കുറിച്ച് വളരെ കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളോട് മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതിൽ അധികമായി എന്തെങ്കിലും പറയുവാൻ എനിക്കുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും 2-3 കൊച്ചു കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുന്നത് നല്ലതാണെന്ന് വിചാരിക്കാം. വളരെ വേഗത്തിൽ പറഞ്ഞു തീർക്കാം. ഒന്നാമത്തെ ആശയം, ചേപ്പാട് തിരുമേനിയെ കുറിച്ച് നമ്മുടെ സഭയ്ക്ക് അടുത്തുള്ള ചരിത്രകാരന്മാർ പോലും അല്പം വ്യത്യസ്തമായി എഴുതിയിട്ടുള്ളതിനെ കുറിച്ചുള്ള വാക്ക് പറയുകയും കൃത്യമായി പറയുകയാണെങ്കിൽ, എൻ്റെ ഓർമ്മയെ പഠനം വെച്ച് പറയുകയാണെങ്കിൽ 1972 വരെ ചേപ്പാട് തിരുമേനി സത്യവിശ്വാസത്തിന്റെ കാവൽപ്പടനായിരുന്നു. അതായത് ആംഗ്ലിക്കൻ സഭയുമായിട്ട് നമ്മുടെ സഭയെ ലയിപ്പിക്കാനുള്ള ശ്രമത്തെ 1836 അമേരിക്കയിലെ പടിയോടെയും വളരെ ധൈര്യത്തോടു കൂടെ ബിഷപ്പ് വിൽസന്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ച് സഭയുടെ വിശ്വാസത്തെ നിലനിർത്തുവാനായി ആ പിതാവ് സഹിച്ച ക്ലേശത്തെ പ്രകീർത്തിക്കുന്ന ഒരു ചരിത്രമാണ് വളരെ ഉണ്ടായിരുന്നത്. എന്നാൽ 1972 കഴിഞ്ഞപ്പോൾ നമ്മുടെ സഭയിലെ ചരിത്രകാരന്മാർക്ക് ഒരു മാറ്റം അല്പമൊക്കെ ഉണ്ടായി. അതായത് ഈ അന്ത്യോക്യ സഭയുമായിട്ട് നമ്മുടെ ബന്ധത്തിൽ വന്നു പോയിട്ടുള്ള ഇന്നും നമുക്കറിയാതെ പ്രയാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ചരിത്രകാരന്മാർക്ക് ഇതെങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ച് ചരിത്രം പഠിച്ചപ്പോൾ അവർക്കൊരു സ്കേപ്പ് ഗോട്ടിനെ വേണമായിരുന്നു. അത് ചേപ്പാട് തിരുമേനിയാണ് കണ്ടെത്തിയത്. ഈ അന്ത്യോക്യ മുഖം മലകരയിൽ വരുന്നതിന് ഇത്രമാത്രം കാരണക്കാരായത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചപ്പോൾ ഒരു കൂടെ ചരിത്രകാരന്മാർക്ക് തോന്നി ചേപ്പാട് തിരുമേനിയാണ് ഇതിന്റെ കാരണക്കാരൻ. കാരണം മാവേലിക്കൽ പടിയോടെ അവസാനിക്കുന്നത് ഈ സഭ അന്ത്യോക്യ പാത്രികീസിനോടുള്ള ബന്ധത്തിൽ കഴിയുന്ന ഒരു സഭയാണ്.
വിശ്വാസപരമായ കാര്യങ്ങൾ അന്ത്യോക്യൻ പാത്രീസുമായി ആലോചിക്കാതെ ഞങ്ങൾക്ക് മാറ്റുവാനായിട്ട് ഒട്ടുകയില്ല എന്നുള്ള ഒരു കാരണം ആലയത്തിലെ പണിയോടെയും ബിഷപ്പ് വിൽസന്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ചപ്പോൾ തള്ളിക്കളഞ്ഞപ്പോൾ ആ പണിയോടെ കൂട്ടിച്ചേർത്ത് അങ്ങനെ ഇല്ലാതിരുന്ന ഒരു അവകാശം അന്ത്യോക്യയ്ക്ക് കൊടുത്ത് അന്ത്യോക്യയുടെ അധിനിവേശം മലകരയിൽ ഉണ്ടാകാനുള്ള കാരണം ചേപ്പാടത്തിന് വേണ്ടിയാണെന്നോ നമ്മുടെ സഭയിലെ തന്നെ ചില ചരിത്രകാരന്മാർ എഴുതുവാൻ ചിന്തിക്കാൻ തുടങ്ങി. അതിന് വളരെ വിപുലമായി മറുപടി പറയേണ്ടതാണ്. ആധികാരികമായി പല കാര്യങ്ങൾ പഠിച്ച് മറുപടി പറയേണ്ടതാണ്. ഞാനൊരു ചരിത്രകാരനാണ്, എങ്കിലും അതിനെനിക്കൊരു മറുപടിയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചേപ്പാട് തിരുമേനിയുടെ കാലഘട്ടത്തിനും അതിനു മുമ്പുള്ള ഈ സമൂഹത്തിന്റെ, കേരളീയ സമൂഹത്തിന്റെ ചിത്രം എന്താണെന്ന് അറിയാമെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയും അല്പം പുറകോട്ട് പോവുകയാണെങ്കിൽ 1653 പൂനെക്കുറിച്ച് സത്യാഗ്രഹം, പൂനെക്കുറിച്ച് സത്യം അത് നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം വളരെ പേര് റോമാ നൃത്തത്തിന്റെ കീഴിൽ നീങ്ങി പോരും. പക്ഷേ 10-20 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോകുന്നവർ ന്യൂനപക്ഷവും തിരിച്ചു പോയവർ ബഹുഭൂരിപക്ഷവുമായി. ചരിത്രം പഠിച്ചാൽ ഈ കോട്ടയത്തിന് തെക്കുള്ള സെൻട്രൽ ട്രാമ്പൂരിലെ കുറെ പ്രദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ പഴയ സഭയുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്ന് നിലകൊണ്ട്. കോട്ടയത്തിന് വടക്കോട്ടുള്ള പാല, കുറവലങ്ങാട് ആ പ്രദേശങ്ങളിലുള്ള സുറിയാനി ക്രിസ്ത്യാനികൾ എല്ലാവരും തന്നെ ഈ റോമാ മതത്തിലോട്ട് തിരിച്ചുപോയി. നമ്മൾ ഈ പൂനെക്കുറിച്ച് സത്യത്തെ കുറിച്ച് വളരെ വിരുദ്ധോടെ പ്രഖ്യാപിക്കാറുണ്ട്. പൂനെക്കുറിച്ച് സത്യം പൂർവ്വോടെ ഞങ്ങൾ ഉയർത്തുന്നു നമ്മൾ പറയാറുണ്ട്. പക്ഷെ സംഭവിച്ചെന്താ? ബഹുഭൂരിപക്ഷം പേരും ആ സത്യം ചെയ്തതിൽ തന്നെ ബഹുഭൂരിപക്ഷം പേരും റോമാ മതത്തിലേക്ക് തിരിച്ചു. ഇതിന് ചരിത്രപരമായ ഒരു അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാശ്ചാത്യരുടെ ഒരു ഭരണ സമ്പ്രദായം ഇവിടെയുള്ള മനുഷ്യർക്ക് ഇഷ്ടമായിട്ടുണ്ട്. പോർച്ചുഗീസുകാരിവിടെ വന്നു, പോർച്ചുഗീസ് ബിഷപ്പിമാരിവിടെ വന്നു, ബിഷപ്പുമാരിവിടെ വന്നു, അരങ്ങനകൾ സ്ഥാപിച്ചു, പള്ളികൾ സ്ഥാപിച്ചു, പള്ളികളുടെ വികാരിമാരായി ബിഷപ്പുമാരെ, അച്ഛന്മാരെ നിയമിച്ചു. ഒരു പുതിയ ഭരണ സംവിധാനം ഇവിടെ രൂപപ്പെട്ടു. ഈ പാശ്ചാത്യമായ ഭരണ സംവിധാനത്തെ വളരെ താല്പര്യമായി കണ്ണുമടച്ച് സ്വീകരിക്കുന്ന ഒരു രീതി എന്നും നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഈ പോർച്ചുഗീസുകാരുടെ ഭരണ സമ്പ്രദായം ഒരു കെട്ടുറപ്പുള്ള സമ്പ്രദായമായി നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് തോന്നുന്നു. അപ്പൊ അവർ വിചാരിച്ചു ഇവിടുത്തെ സമ്പ്രദായം ഉണ്ടായിരുന്നു ഒരു ബിഷപ്പ്, ആ ബിഷപ്പിന് പള്ളികളുടെ മേൽ അധികാരമൊന്നുമില്ല. ബിഷപ്പ് പട്ടം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മെത്രാപ്പോലീത്ത പട്ടം കൊടുക്കുക എന്നുള്ളതല്ലാതെ ഒരു പള്ളിയിലെ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് ആ പള്ളിയുടെ പൊതു ഭരണസമിതിയാണ്. എല്ലാവരുടെ ചേർന്നുള്ള ഇടവകയുടെ സമിതിയാണ് ആ ഇടവകയുടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചത്. ബിഷപ്പിന് ഈ പട്ടം കൊടുക്കാനുള്ള അധികാരം അല്ലാതെയുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. എന്നാൽ പോർച്ചുഗീസ് ഭരണ സമ്പ്രദായത്തിൽ കുറച്ചുകൂടെ മെച്ചമായ ഒരു ഭരണ സംവിധാനം, ഒരു ബിഷപ്പ് ഒരു രൂപതയുടെ തലവനായി, അദ്ദേഹത്തിന്റെ കീഴിൽ വികാരിമാരുടെ അധ്യക്ഷതയിലുള്ള പള്ളികൾ, ഈ ഭരണ സമ്പ്രദായത്തോടുള്ള ഒരു താല്പര്യം കെട്ടുറപ്പുള്ള ഒരു ഭരണ സമ്പ്രദായമാണെന്ന് തോന്നിച്ചുകൊണ്ട് പൂനെക്കുറിച്ച് സത്യം ചെയ്ത നല്ലവർക്ക് മനുഷ്യരെ റോമാനത്തിലേക്ക് തിരികെ പോയി. പിന്നെ അവരെ സ്വാധീനിക്കാനുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയുന്നു. കോഴിക്കോട്ടൊക്കെ അത് സ്വർണം വെച്ചു കൊടുത്ത് മനുഷ്യരെ സ്വാധീനിക്കുന്ന സാമ്പത്തികമായ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയുന്നു. ഏതായാലും ആ കാലഘട്ടത്തിൽ ഈ പുതിയതിനെ സ്വീകരിക്കാനുള്ള, അപ്പൊ റോമൻ പോപ്പിന്റെ കീഴിൽ അവരിയ്ക്കുന്നു എന്നുള്ള തോന്നൽ വന്നപ്പോൾ ഇവിടെയുള്ള മനുഷ്യർക്ക് റോമാ പോപ്പിന് പകരം ഒരു പുതിയ നേതാവ് നമുക്കും വേണമെന്നുള്ളൊരു ആഗ്രഹം ഇവിടെയുള്ള സുറിയാനിക്കാർക്കും ഉണ്ടായി. അതാണ് ചേപ്പാട് തിരുമേനിയൊക്കെ ജീവിച്ച കാലഘട്ടം. അങ്ങനെ പോപ്പിന് പകരം വെക്കാനായി ഒരു
താല്പര്യമാണ്. ഇന്നയോളം ഉണ്ടല്ലോ, 21-ാം നൂറ്റാണ്ടായിട്ടും ഈ സഭയിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇപ്പോഴും അന്ത്യോക്യയുടെ കീഴിൽ ഇരിക്കാൻ താല്പര്യമുണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയാം. അപ്പൊ ആ കാലഘട്ടത്തിൽ എന്തായിരിക്കും? അപ്പൊ ഇതിന് ചേപ്പാട് തിരുമേനിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആ കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ താല്പര്യവും ആവശ്യവുമായി. ഈ ചേപ്പാട് തിരുമേനി 1836 മാവേലിക്കര പടിയോല കഴിഞ്ഞിട്ട് 100 വർഷം ഏകദേശമായി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭരണഘടന പാസ്സാക്കിയത്. അത് 1934 100 വർഷത്തിന് 2 വർഷത്തിന് കുറവേ. ഈ 97 വർഷം കഴിഞ്ഞിട്ട് ഒരു ഭരണഘടന പാസ്സാക്കിയപ്പോൾ നമ്മുടെ പിതാക്കന്മാർ എഴുതി വെച്ച ഭരണഘടനയിലെ 1-ാമത്തെ വാചകം എന്താ അറിയാമോ? നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. ഈ സഭ ആഗമന സുറിയാനി സഭയുടെ ഭാഗവും ഈ സഭയുടെ മേലധ്യക്ഷൻ അന്ത്യോക്യയിലെ പാത്രീസുമാകുന്നു. ചേപ്പാട് തിരുമേനിയെ കുറ്റം പറഞ്ഞിട്ട് 100 വർഷം കഴിഞ്ഞിട്ട് പ്രഗത്ഭരായ പിതാക്കന്മാർ രൂപം കൊടുത്ത ഭരണഘടനയിൽ 2000 വർഷം ഉണ്ടായിട്ടില്ലാത്ത ഒരു അധികാരമാണ് അന്ത്യോക്യ പാത്രീസ് എഴുതി കൊടുത്തത്. അവർ മാവേലിക്കര പടിയോലയിൽ ചെയ്തതിനേക്കാളും ഭയങ്കരമായ അപരാധമാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത്. എവിടെ ആഗോള സുറിയാനി സഭയിൽ ഒരു സഭ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ചരിത്രപരമായി നോക്കുമ്പോൾ ആഗമന സുറിയാനി സഭയോട് സഭയില്ല. ആ സഭയുടെ ഭാഗമായി മലങ്കര ഓർത്തഡോക്സ് സഭ ഒരു നാളും നിന്നുമില്ല. 1-ാമത്തെ കോഴ്സ് തന്നെ ചരിത്രപരമായി തെറ്റാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ മാറ്റം പ്രഭാത ഗതികളില്ല. സുപ്രീം കോടതി വരെ അംഗീകരിച്ചിരിക്കുന്ന അതാണ്. അതിനും ആ കാലത്തെ പിതാക്കന്മാരെ കുറ്റം പറയാനല്ല ഞാൻ ഈ സമയം എടുക്കുന്നത്, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതായത് ഒരു ആഗോള തലവിൽ സഭയ്ക്ക് വേണമെന്നുള്ളൊരു ചിന്ത പൊതുവെ അന്നത്തെ ക്രിസ്തീയ സമൂഹത്തിൽ ഉണ്ടായതിന്റെ പ്രതിഫലനമാണ് ആലോചിക്കപ്പെടിയുണ്ടായതും നമ്മുടെ ഭരണഘടനയിലുണ്ടായത്. അവിടെ ആ കാര്യത്തിൽ ചേപ്പാട് തിരുമേനിയെ കുറ്റപ്പെടുത്തുന്നത് ചരിത്രപരമായി നീതീകരിക്കാനാവുന്നതല്ല. അവിടെ ചേപ്പാട് തിരുമേനി സത്യവിശ്വാസത്തിന് സംരക്ഷകനായി നിന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശക്തമായി എടുത്തു പറയുന്നത്. അല്ലാതെ പടിയോലയിലുണ്ടായ ആ വാചകം അദ്ദേഹത്തിന്റെ പ്രത്യേകമായിട്ടുള്ള പരിമിതിയിലുണ്ടായതല്ല, സമൂഹത്തിന്റെ പരിമിതിയിലുണ്ടായതാണ്. അത് 1934 ഭരണഘടനയിൽ പോലും ആവശ്യമില്ലാത്ത വിധേയത്വമാണ് അന്ത്യോക്യ പാത്രീസിന് നമ്മൾ എഴുതി വെച്ചെന്നുള്ളത് ഓർക്കണം. നമുക്കറിയാം, എപ്പോഴും ഈ പാശ്ചാത്യ എന്തെങ്കിലും ചെയ്താൽ അതിനെ അനുകരിക്കുന്ന ഒരു രീതി നമുക്കൊക്കെ. ഞാൻ പറയുന്ന ഉദാഹരണം വളരെ ലളിതമായിരിക്കും. എന്നാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മുടെ സംസ്കാരത്തില് ഒരു ശുഭ സന്ദർഭത്തിൽ വിളക്ക് കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ഏതെങ്കിലും ശുഭ സന്ദർഭത്തിൽ വിളക്ക് കെടുത്താറുണ്ട്. ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളക്ക് കത്തിച്ച് വെച്ചാൽ ഊരി കെടുത്തു പോകും. നമ്മൾ വിളക്ക് കത്തിക്കരുത്. ഇത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. വിളക്ക് കത്തിക്കുന്നതാണ് ശുഭം. എന്നാൽ പാശ്ചാത്യന്റെയും ജന്മദിനമാകുന്ന സന്തോഷ സന്ദർഭത്തിൽ വിളക്കൂരി കെടുത്തു. ഇത് നമ്മളെല്ലാവരും അനുകരിക്കുക. ഞാൻ ചെയ്തിട്ടില്ല. ജന്മദിനം കൊണ്ടാണ്ട് പ്രതികരിക്കില്ല. ഞാൻ അവിടെ വിളക്കൂരി കെടുത്തിട്ടുമില്ല. ഇനി എന്തെങ്കിലും വിളക്ക് കേക്കിന്റെ മുകളിൽ മെഴുകുതിരി വെച്ച് ജന്മദിനം കൊണ്ടാടുന്നുണ്ടെങ്കിൽ അന്നേരം വിളക്ക് കത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് കൊച്ചു കാര്യമായിരിക്കും. പക്ഷെ എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, ഒരു ഭാരതീയൻ ഇത് ചെയ്യേണ്ട ആവശ്യം എന്താ? വിളക്ക് കത്തിക്കുന്നതാണ് ശുഭം. വിളക്ക് കെടുത്തുന്ന അശുഭമാണ്. പക്ഷെ താഴെ വിളക്ക് കെടുത്തി നമ്മൾ തൂന്നുകയല്ല. എന്തായി കാണിക്കുന്നത്? ഇതുപോലെ എടുത്തു പറയാനുള്ള എന്തെല്ലാം സംഗതികളുണ്ടെന്നറിയാമോ? ഇന്ന് പാശ്ചാത്യൻ എന്തെങ്കിലും ചെയ്താൽ അതിനെ കണ്ണുമടച്ച് സ്വീകരിക്കുന്ന അനുകരണത്തിന്റെ രീതിയിലാണ് നമ്മൾ ഈ അന്ത്യോക്യ പാത്രീസ് വിധേയത്തിന് വേണ്ടി കൊടുക്കേണ്ടി വന്നത്. അത് ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും പരിമിതിക്കുള്ളിലുള്ള സംഭവമാണ് നമ്മൾ തിരിച്ചറിയണം. ചേപ്പാട് തിരുമേനിയെ ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തിയ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, പത്രോസ്ലീഹായുടെ ലേഖനം വായിച്ചു. ആ ലേഖനം പത്രോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്രിസ്തുവിന് വേണ്ടി ക്രൂശ് വഹിക്കേണ്ടി വന്നാൽ അത് ഭാഗ്യമാണെന്ന് എഴുതി മഹത്വത്തിൽ വാടാത്ത തേജസ്
പ്രാപിപ്പാൻ ഇടയാകും. നമ്മുടെ ആദിമ നൂറ്റാണ്ടിൽ ഒരാള് ദൈവവുമായി അടുത്ത് ജീവിച്ചു എന്നുള്ളതിന്റെ അടയാളം എന്തായിരുന്നു? കുരിശ് എന്തുമാത്രം വഹിച്ചു എന്നുള്ളതാണ്, ത്യാഗം എന്തുമാത്രം വഹിച്ചു എന്നുള്ളതാണ്, സഹിച്ചു എന്നുള്ളതാണ്. ഓരോരുത്തരുടെ രക്തസാക്ഷിത്വം നമുക്ക് അറിയാമല്ലോ. അദ്ദേഹം കത്തെഴുതുമ്പോഴേ അദ്ദേഹത്തെ വധിക്കുന്നതെന്ന് പിന്തിരിപ്പിക്കാനായിട്ട്, അദ്ദേഹത്തെ കൊല്ലുന്നത് പിന്തിരിപ്പിക്കാൻ അന്ന് സാധിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം എഴുതിയത് സ്ഫുടമായി എഴുതിയ കത്തിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം എഴുതി, കർത്താവിന്റെ തിരിച്ചറിയണം ഉണ്ടാകുന്നത് ഗോതമ്പ് പൊടിച്ച് അത് നുറുക്കി പൊടിച്ച് അതിൽ നിന്നാണ് തന്റെ ശരീരമായി തീരുന്ന അപ്പം ഉണ്ടാകുന്നത്. അവന്റെ രക്തം ഉണ്ടാകുന്നത് മുന്തിരി പിഴിഞ്ഞ് മുന്തിരി ചാറുണ്ടാക്കി, അപ്പൊ മുന്തിരി ചതഞ്ഞ് അരിഞ്ഞ് അതിന്റെ നീരിൽ നിന്നാണ് മുന്തിരി ചാറുണ്ടാകുന്നത്, കർത്താവിന്റെ തിരിശരീരമായി തീരുന്ന വീഞ്ഞുണ്ടാകുന്നത്. ഇത് രണ്ടുമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ശരീരമായ ഗോതമ്പ് പോലെയും രക്തമായിട്ടുള്ള വീഞ്ഞ് പോലെയും എന്റെ ജീവിതം പായമായി തീരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആരും എന്നെ തടയേണ്ട, ഞാൻ രക്തസാക്ഷിയാവുന്ന സന്തോഷമേ ഉള്ളൂ. ഇപ്പൊ ആദ്യ നൂറ്റാണ്ടിലെ ഒരു പ്രത്യേകമായ ജീവിത ശൈലി അതായിരുന്നു കഷ്ടം സഹിക്കുന്നതാണ് ഏറ്റവും ആത്മീയമായി വളർന്നതിന്റെ അടയാളം. ഇന്നങ്ങനെയാണ്. ഇന്ന് സമ്പത്തും സുഖസൗകര്യങ്ങളും ജീവിത സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നവരാണ് ലോകത്തിൽ വലിയവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ആദ്യ നൂറ്റാണ്ടിൽ അങ്ങനെ അല്ലായിരുന്നു. ആര് ത്യാഗം സഹിച്ചു, ഇതാണ് മാനദണ്ഡമെങ്കിൽ ചേപ്പാട്ടിനോളം ത്യാഗം സഹിച്ച മറ്റൊരാള് ഈ നമ്മുടെ സഭയുടെ ചരിത്രത്തിലുണ്ടോ എന്ന് ചിന്തിക്കണം. ഞാൻ ഒരു പക്ഷേ ചേപ്പാട്ടുകാരനായതുകൊണ്ട് ചേപ്പാട്ടിനെ പ്രകീർത്തിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എങ്കിൽ ഞാൻ ആലോചിച്ചു പോവുകയാണ്. തിരുമേനിയുടെ സമയത്ത് 3 വിധത്തിലുള്ള ആക്രമണമാണ് തിരുമേനിക്ക് ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മുടെ പുസ്തകം വായിച്ചാൽ അറിയാം, തിരുമേനിക്ക് വേണ്ടി നാട്ടിട്ടപ്പം 3 അച്ഛന്മാരെ തോറ്റു. 4ാമതായിട്ട് ഇദ്ദേഹമാണ് 3 പ്രാവശ്യവും അല്ലെങ്കിൽ 2 പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ തോറ്റുപോയ 3 പേരും ഈ സഭയ്ക്കകത്ത് നിൽക്കുകയും അദ്ദേഹത്തിന് എതിരായി അടങ്ങുന്നത് കത്തനാരും എഴുത്തികൾ കത്തനാരും അത്ര എതിർപ്പ് കാണിച്ചിരുന്നു. പക്ഷെ കോനാട് മൽപ്പാൻ എതിരായിട്ട് മാത്രമല്ല, ചരിത്രം പഠിപ്പിക്കുന്നത് കോനാട് കുടുംബം പാത്രഗീസ് വിഭാഗത്തോട് ചായനുള്ള ഒരു കാരണം ചേപ്പാട്ടിനോടുള്ള മത്സരത്തിൽ നറുക്കിട്ടതിൽ കോനാട് മൽപ്പാന് സ്ഥാനം കിട്ടി. അവിടെ വെച്ച് തുടങ്ങിയ ഒരു ഗ്രഡ്ജാണ്, ഒരു മത്സരമാണ് കോനാട് മൽപ്പാനെ പിന്നീട് അന്ത്യോക്യ പാളയത്തിൽ അന്ത്യോക്യ സുറിയാനി പക്ഷപാതത്തിൽ കൊണ്ടെത്തിച്ചത്. അപ്പൊ ഈ 3 പേരിൽ കോനാട് മൽപ്പാൻ ഉൾപ്പെടെവരുടെ എതിർപ്പ്. രണ്ടാമത് എതിർപ്പുള്ളത് അന്ത്യോക്യയിലെ അത്താനാസിസിലോ. അത്താനാസിസ് പറയുകയുണ്ടായി, ചേപ്പാട്ടിൽ എനിക്ക് പട്ടമില്ല, അദ്ദേഹം തൊഴിയൂർ മെത്രാപ്പൊലീത്തായുടെ പട്ടമേറ്റ ആളാണ്. അദ്ദേഹം കൊടുത്ത പട്ടക്കാർക്കും പട്ടമില്ല എന്ന് പറഞ്ഞ് ചില പട്ടക്കാരെ അഴിച്ച് 2ാമത് പട്ടം കൊടുത്തു. ചേപ്പാട്ടിൽ അവരെ മുടങ്ങി. എന്തുമാത്രം എതിർപ്പ് ആ ഭാഗത്ത് ഉണ്ടാകാനറിയാം. അല്പസമയം മുത്താമി നല്ലതായിരുന്നു. രാജ്യപത്ത് മീറ്റ് നേരത്തെ കൂടി അപ്പോൾ ദയവ് ചെയ്ത് 5 മിനിറ്റ് നല്ലതായിരുന്നു. അപ്പോൾ ശക്തമായിട്ടുള്ള എതിർപ്പും ചേപ്പാട്ടിലേക്ക് പട്ടമില്ലായിട്ടുള്ള തൊഴിൽ നടത്തിയ പട്ടം ഞാൻ അതിലേക്ക് നടത്തുന്നില്ല. പോരാങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ചരിത്രം പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യവും അത് കേൾക്കാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമുക്ക് ഇതുപോലുള്ള പരിപാടികളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇവിടെ നിന്ന് പ്രസംഗിക്കാനും നിങ്ങളുടെ നിയമം പറയുന്നതല്ല, ഞാൻ നിങ്ങൾക്ക് കേട്ടാൽ മതി എന്ന് പറയും. അവിടെ ഞാൻ കൂടുതൽ പറയുന്നില്ലെങ്കിലും എൻ്റെ മനസ്സിലുള്ള ഒരു ആശയം കൂടെ പറയുന്ന പ്രത്യേകമാണ്. അവിടെ ജയപാട് തിരുമേനി ഈ ത്യാഗത്തിന്റെ തീച്ചുകൂടെ കൂടെ പോയ മറ്റാരും അഭിമുഖീകരിക്കാത്ത പ്രശ്നങ്ങളാണ് ജയപാട് തിരുമേനി. അപ്പൊ അന്ത്യോക്യ എന്ന് പറഞ്ഞ പത്താനാസിയോസിന്റെ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ പിന്നെയുള്ള എതിർപ്പാണ് മിഷണറിമാരുടെയും നവീകരണക്കാരുടെയും ആംഗ്ലിക്കൻ സഭയുടെയും. ഈ മൂന്ന് വിധത്തിലുള്ള എതിർപ്പുകളുടെ മധ്യയാണ് ജയപാട് തിരുമേനി ജീവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആദിമ കാലഘട്ടത്തിലേക്ക് പോലെ തന്നെ ത്യാഗത്തിന്റെ തീച്ചുകൂടെയും വേദനയുടെ അനുഭവത്തിൽ കഷ്ടതയുടെ അനുഭവത്തിൽ ജയപാട് തിരുമേനിയെ പോലെ കടന്നുപോയിട്ടുള്ളവരെ അധികം മലങ്കര സഭയിൽ കാണുകയില്ല. പട്ടിശ്ശേരിയെ മുടങ്ങിയിട്ടുള്ള സത്യമൊക്കെയുണ്ട്. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിനെ ചെറുതാക്കിയില്ല. എങ്കിൽ പോലും അദ്ദേഹത്തെ അനുകൂലിക്കുവാനായി സഭയുടെ ആത്മായ പ്രമുഖരും മറ്റു പലരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വേദന വർദ്ധനമുള്ള മുടങ്ങു അല്പയൊക്കെ ഉണ്ടായെങ്കിലും മറുവശത്ത് അദ്ദേഹത്തെ കൂടെ സഹായിക്കാനുള്ള ആത്മായ നേതൃത്വം വേണമെങ്കിൽ മലങ്കര സഭയിൽ ഉണ്ടായിരുന്നു പറയാം. ജയപാടിനെ അങ്ങനെ ആഗ്രഹില്ലായിരുന്നു, വേഗനായി പോരാടുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മഹത്വം നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. അദ്ദേഹം അക്ഷരീയമായി ത്യാഗം സഹിച്ച ഒരു പിതാവാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഈ പിതാവിനെയൊക്കെ ഓർക്കുമ്പോഴേ നമുക്ക് എന്താ ചെയ്യാനുള്ളതാണ്? ഈ പിതാക്കന്മാർ എന്താ ചെയ്തത്? സഭയെ കെട്ടിക്കൊടുത്തു. അവർ സഭയ്ക്ക് വേണ്ടി ജീവൻ വെടി, സഭയെ അവർ പണിത് ഉയർത്തി. അപ്പൊ നമുക്ക് ഈ ഒരു ദൗത്യമുണ്ട്, ഈ സഭയെ നമ്മൾ പണിയണം. എങ്ങനെയാ സഭയെ പണിയുന്നത്? ഇതുപോലെ കുറെ ഘോഷയാത്രകള്, പദയാത്രകൾ, ഇതെല്ലാം വേണം. വേണ്ടാന്ന് പറഞ്ഞു നിങ്ങൾ ആരും വ്യാഖ്യാനിക്കരുത്. ഇത് കൈവിട്. എനിക്ക് പല കാര്യങ്ങളും പറയുമ്പോൾ ഇതിന് അഭിപ്രായം തോന്നിയാൽ പോലും ഞാൻ പറയുന്നത് സ്പിരിറ്റ് എടുക്കണമെന്ന് വിചാരിക്കുക. ഇതൊക്കെ വേണം, മനുഷ്യർക്ക് ഇതൊക്കെ ആവശ്യമാണ്, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മലങ്കര സഭയിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന ഒരു കാര്യം, പിതാക്കന്മാരുടെ പെരുന്നാളുകൾ ഇങ്ങനെ ആർഭാടപൂർവമായി കൊണ്ടാടുന്നവയും നമ്മൾ ഉന്നതിയിലാണ്. പക്ഷെ സഭയെ ഇതുകൊണ്ട് കെട്ടിപ്പിടുക്കാൻ ഒന്നുണ്ടോ? സഭയെ കെട്ടിപ്പിടുക്കാൻ ഇത് മാത്രം പോരാ. കുറച്ചുകൂടെ ഒരു പുതിയ ശൈലി, വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാർപ്പാപ്പ അദ്ദേഹം വളരെ ഇപ്പൊ തന്നെ ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനം പിടിക്കുകയും അദ്ദേഹത്തെ കുറിച്ചുള്ള കോൺട്രവേഴ്സിനെ അനുകൂലിക്കുന്നതിന് പ്രതികൂലിക്കുന്നതിനും ഉണ്ടായിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പുതിയ ശൈലി തുടങ്ങി വെച്ചിരിക്കുക. ഏതാണ് ആ ശൈലി എന്നറിയാമോ? ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന തന്റെ അധികാര ഗന്ധഗോപുരങ്ങളിൽ ഇരുന്നുകൊണ്ടുള്ള ശുശ്രൂഷയല്ല ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാളെ ഒരു പക്ഷേ ബാബ പ്രസംഗിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. പറഞ്ഞു കേട്ടു. എല്ലാ പ്രോട്ടോകോളും മാറ്റി വെച്ചാണ് ഇവരുടെ മാർപ്പാപ്പ ഇടപെടുന്നത്. നമ്മുടെ ബാബാദേവനെ കൂടെയുള്ള സംഘവും പോകുന്ന സമയം ചോദിച്ചു വെച്ചിട്ട് അദ്ദേഹം ഇറങ്ങി വന്ന യാത്രയായിട്ട് പറയുന്നതായി. അങ്ങനെയൊന്നും മാർപ്പാപ്പ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ചെയ്യാറില്ല. പക്ഷേ ഇവരെ യാത്ര ചെയ്യാൻ വേണ്ടി മാർപ്പാപ്പ സമയം ചോദിച്ചു വെച്ചിരുന്നത് ആ സമയമായപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്ന് അവർക്ക് യാത്രയിൽ പോയി. വളരെ താഴേക്ക് ഇറങ്ങി ചെന്ന് വ്യാഴാഴ്ച അദ്ദേഹം ഒരു മുസ്ലിം സ്ത്രീയുടെ പാലുകൾ കഴിയും. കത്തോലിക്ക സഭയിൽ എല്ലാവർക്കും അതിഷ്ടമായി കാണുകയും ഈ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ നിങ്ങൾ പഠനങ്ങൾ കാണും. മാർപ്പാപ്പയെ കാണാനുള്ളവരെ കുട ചൂണ്ടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അതിന്റെ ഇടയിൽ കൂടെ കുട ചൂടാതെ കടന്നു പോകുന്ന മാർപ്പാപ്പ. വലിയേറെ കാറുകൾ ഉപയോഗിക്കാത്ത മാർപ്പാപ്പ. വെളുപ്പിന് പാതിരാത്രി കഴിഞ്ഞ വെളുപ്പിനെ തനി കാവൽ നിൽക്കുന്ന സിസ് ആളുകൾക്ക് താൻ സ്വയം കാപ്പി ഉണ്ടാക്കി കൊണ്ടുകൊടുക്കുന്ന ഒരു മാർപ്പാപ്പ. ഇത് ലോകത്തിന്റെ ചരിത്രത്തിൽ വളരെയധികം വെല്ലുവിളികൾ ഉയർത്തുന്നതാണ്. ഈ അദ്ദേഹത്തിന്റെ പ്രസ്താവന നിങ്ങൾ വായിച്ചു കാണുന്നത്. നന്മ ചെയ്യുന്നവൻ നിരീശ്വരനാണെങ്കിലും അവൻ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. കത്തോലിക്ക സഭയുടെ
ഇതുവരെയുള്ള വിശ്വാസങ്ങൾക്കൊന്നും അത് ചേർത്ത് പോകുന്നാൽ നിരീശ്വരത്വം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പോരാടേണ്ട ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന സഭയാണ്. പക്ഷേ മാർപ്പാപ്പ പ്രസ്താവിച്ചു, ഈ ലോകത്തിന് നന്മ ചെയ്യുന്നവൻ നിരീശ്വരനാണെങ്കിലും അവൻ ദൈവത്തിന്റെ പ്രവർത്തിയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് സഭകൾ കടന്നു ചെന്നതിനെ ഒക്കുള്ളൂ. സഭയെന്ന് പറയുന്നത് കർത്താചാര്യമാണ് അല്ല, നമ്മളെ എല്ലാവരും തന്നെ കാണാതെ പോയ ആളുകളെ കണ്ടെത്തുന്ന, ലോകത്തിലെ വേദനകളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ലോകത്തിലെ തിന്മയ്ക്കെതിരായി പോരാടുന്ന ഒരു പുതിയ ഇടയത്ത ശൈലി സഭകൾ മുഴുവൻ തന്നെ കൊണ്ടാടിയെങ്കിൽ മാത്രമേ സഭയുടെ ദൗത്യം വിജയിക്കൂ. നമ്മുടെ പിതാക്കന്മാരുടെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ നമ്മൾ കുറച്ച് ആർഭാടപൂർവമായ ഘോഷയാത്രകൾ മാത്രം ഒതുക്കാതെ കാണാതെ പോയ ആളുകൾ ഇവിടെ ഒത്തിരി, നമ്മുടെ സഭയിൽ തന്നെ ഒഴിഞ്ഞു പോകുന്ന ഒത്തിരി പേരുണ്ട്. മദ്യപാനം നശിക്കുന്ന വീടുകളുണ്ട്, ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, കുടുംബ കലഹങ്ങൾ ജീവിക്കുന്നവരുണ്ട്, പ്രൈമറി ലോകത്തിൽ വർദ്ധിക്കുന്നുണ്ട്, അതിനങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ലോകത്തിന് നന്മ ചെയ്യുന്ന, ലോകത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന ശൈലി ക്രിസ്തീയ സഭകൾ തന്നെ ആരംഭിക്കും. പിതാക്കന്മാരെ ഓർക്കുമ്പോഴേ അവർ സഭ പണിതുള്ളത് നമ്മൾ മറന്നുപോകും. പക്ഷെ അന്ന് അവർ പണിതുപോലെ അല്ല നമുക്കിപ്പോൾ പണിയേണ്ടത്. നമ്മുടെ കാലഘട്ടം വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമായ ജീവിതത്തിന്റെ പരിചര്യങ്ങളും അതിന്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ത്യാഗത്തിന്റെയും ക്രൂശിന്റെയും കഷ്ടതയുടെയും ഇറങ്ങിച്ചെല്ലുന്ന ഒരു പ്രവർത്തന ശൈലിയിലൂടെ സഭയെ കെട്ടിപ്പടുക്കുവാനുള്ള പ്രതിജ്ഞയാണ് പിതാക്കന്മാരുടെ പെരുന്നാൾ നാം എടുക്കേണ്ടത്. ചേപ്പാട് തിരുമേനി എല്ലാ അർത്ഥത്തിലും പരിശുദ്ധനായിരുന്നു. അദ്ദേഹത്തെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. കാരണം ചേപ്പാട് തിരുമേനി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുന്നംകുളത്തുള്ളവരുമായി പുലിക്കോട്ട് ഒന്നാമനെ പ്രഖ്യാപിക്കണം, അഞ്ചാമത് തിരുമേനിയെ പ്രഖ്യാപിക്കണം. അവർ രണ്ടുപേരും വലിയ സഭാനം നൽകിയവരാണ്, അവരെ പരിശുദ്ധന്മാരാകണം. പാമ്പാടിയുള്ളവർ പറയും പാമ്പാടി തിരുമേനിയെ മഹാപരിശുദ്ധനായിട്ട് അദ്ദേഹത്തെ പരിശുദ്ധനാക്കണം, കുറിച്ചിയുമായി പരിശുദ്ധനാക്കണം, പുതങ്കാവ് തിരുമേനിയെ പരിശുദ്ധനാക്കണം. എല്ലാ പിതാക്കന്മാരും അവരുടേതായ സംഭാവന ചെയ്തവരാണ്. അവിടെ പ്രഖ്യാപിത പരിശുദ്ധനൊന്നും ആയിരുന്നെങ്കിലും ഏപ്പാട് തിരുമേനി പരിശുദ്ധനാണ്, ത്യാഗസഹിച്ച പിതാവാണ്. അവിടെ ആ ത്യാഗത്തിന്റെ സന്ദേശം അല്പമെങ്കിലും ഉൾക്കൊള്ളുവാൻ ഈ പെരുന്നാൾ ആഘോഷങ്ങൾ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ ഇടയിൽ